കോതമംഗലത്താണ്. ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ചാണ് യുവാവിന് ദാരുണ അന്ത്യം. രോഗിയുമായി മാമലക്കണ്ടത്തു നിന്നും കോതമംഗലത്തേക്ക് വരുന്നതിനിടയിലായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരിച്ചത്. വിജിൽ ഓടിച്ചിരുന്ന ഓട്ടോയ്ക്ക് മുന്നിലേക്ക് മ്ലാവ് എടുത്തു ചാടുകയായിരുന്നു. ബിനിലുണ്ട് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട്. പോലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മരണം പോലും നടക്കാത്ത ഒരു ദിവസം സമീപ കാലങ്ങളിലൊന്നുമില്ല. അതുതന്നെയാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവും. ഇന്നലെ രാത്രി 10:30 ഈ കോതമംഗലത്ത് ഈ അപകടമുണ്ടാകുന്നത്. കീരമ്പാറ പഞ്ചായത്തിലാണ് ഈ അപകടം സംഭവിച്ചത്. അവിടെ തട്ടേക്കാട് നിന്ന് പുന്നേക്കാടേക്ക് പോകുന്ന റോഡ്, ആ റോഡിലാണ് ഓട്ടോറിക്ഷ മ്ലാവിനെ ഇടിച്ചു മറിയുന്നൊരു അപകടമുണ്ടായത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എളംപ്ലാശ്ശേരി കുടി, അത് ആദിവാസി മേഖലയാണ്. അവിടുത്തെ ഒരാളുടെ കൈക്ക് മുറിവേറ്റു. ആ രോഗിയുമായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ആ ഓട്ടോയുടെ ഡ്രൈവർ വിജിൽ നാരായണനാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഈ ഓട്ടോറിക്ഷയിൽ ഈ പരിക്കേറ്റ ആൾക്കൊപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർക്കൊന്നും സാരമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വിജിൽ നാരായണന് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കാരണം ഓട്ടോറിക്ഷ പല തവണ മറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷ മറിഞ്ഞ് അതിനടിയിൽപ്പെട്ടുപോയ വിജിലിനെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ എത്തിയാണ് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 10:30 അപകടമുണ്ടായി. കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം നില ഗുരുതരമായതിനെ തുടർന്ന് ആലുവയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. അവിടെ വെച്ച് ഇന്ന് പുലർച്ചെയാണ് വിജിൽ മരിച്ചത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോതമംഗലം തട്ടേക്കാട് ആ ഭാഗത്തൊക്കെ രാത്രികാലങ്ങളിൽ വന്യജീവികളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് ഈ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല രാത്രികാലങ്ങളിൽ. കാരണം അങ്ങോട്ട് നിരവധി ആദിവാസി കുടികളുണ്ട്. അവിടെയൊക്കെ രാത്രികാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അങ്ങോട്ടേക്ക് പോവുക എന്ന് മാത്രമേ മാർഗമുള്ളൂ. അവിടേക്ക് യാത്ര